ആളെ കൊല്ലുന്ന പനിവേർ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. ഇവിടെ വാശിയല്ല ശിവേട്ട നമുക്ക് ആവശ്യം, നമ്മുടെ ജീവനാ. എനിക്കൊന്നും സംഭവിക്കില്ല എന്റെ റാണി. അങ്ങനെ പെട്ടെന്ന് പോകുന്ന തടിയൊന്നും അല്ല ഇത്. തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. കാപ്പി ഞാനിപ്പോ കൊണ്ടുവരാം. അതുകൊണ്ട് മാത്രം ഈ ഒരൊറ്റ ദിവസത്തേക്ക് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? മാഡം, വേണ്ട മാഡം, ഞങ്ങൾക്ക് വേണ്ടി മാഡം ഇനി ഇങ്ങനെ ചെറുതാവണ്ട. ഞങ്ങളെ വല്ല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആക്കിയാൽ മതി. ഇന്ന് ഒരു ദിവസത്തെ കാര്യമല്ലേ, മണിമാളിയിൽ കിടന്ന് ശീലിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എന്തുവായാലും ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടോളാം. ഇതെന്റെ വീടാ. ഞാൻ വന്നത് നിങ്ങളെ ഇവിടെ താമസിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാ. അതിപ്പോ വീടായാലും കടയായാലും ഈ കോമ്പൗണ്ടിനകത്താവണമെന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിവിടെ താമസിക്കേ. ഇത് എന്റെ അമ്മയുടെ ഹോട്ടല്, കുടുംബശ്രീ ശാരദയുടെ ഹോട്ടല്. നിങ്ങളിവിടെ നിന്ന് ഒരാളും ഇറക്കി വിടാൻ പോകുന്നില്ല. വാ വാ. ഇവരിവിടെ ഇന്ന് താമസിക്കും. മോളെന്താ ശ്യാമ ഇങ്ങനെ കരയുന്നേ? അത് മോളോട് എന്നെ ചോദിക്കേ, അല്ലാതെ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഇങ്ങനെ കരഞ്ഞാ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുമല്ലോ. അതെ, അതിന്റെ അമ്മ എടുത്തുണ്ട്. പിന്നെ കുഞ്ഞേച്ചിക്ക് അത്ര സങ്കടം വരുന്നുണ്ടെങ്കിൽ ചെന്നെടുത്ത് കരച്ചിലങ്ങ് മാറ്റ്. മാഡം, ഞാൻ ഈ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും പ്രസവരക്ഷയ്ക്കും മറ്റുമായിട്ടൊക്കെ പോകാറുള്ളതാ. ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തു നോക്കട്ടെ? അതിനെന്താ? ജനിച്ചപ്പോ മുതൽ കാണുന്ന തള്ള നോക്കിട്ട് നടക്കുന്നില്ല. പിന്നെയാണിത് ഇപ്പൊ കേറി വന്ന ഇവര്. നോക്കട്ടെ, ഞങ്ങളെല്ലാം അതിന്റെ വായ നടപ്പിക്കാൻ നോക്കിട്ട് സഹിയായിട്ട് നിൽക്കുക. ഇത്തിരി ഇല്ലാത്ത ഈ കൊച്ചിന് ഇതിനു മാത്രം ശബ്ദം എവിടെ നിന്നാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ശ്യാമേ, അയ്യോ. ഇത്രയും ചെറിയ കുട്ടികൾക്ക് വയറ്റിൽ ഗ്യാസ് ഉണ്ടാവും. വയറ് പഴകി വരുന്നതല്ലേ ഉള്ളൂ. അതിനൊരു നാടൻ മരുന്നുണ്ട്, പിള്ളേരുരുട്ടിന്ന് പറയും. വയമ്പെന്ന് നമ്മൾ പൊതുവെ പറയും. അതൊരല്പം നാക്കത്ത് വെച്ചാ ഈ വയറുവേദന അപ്പം നിൽക്കും. ഭാഗ്യത്തിന് അടുക്കളയിൽ അതുണ്ടായിരുന്നു. ശാരികേച്ചിയുടെ പ്രസവം എടുത്തപ്പോ തന്നെ എന്റെ അമ്മ അതെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതെ, നാളെ കട അടച്ചിടേണ്ടി വരെയൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ ഇവിടുത്തെ കച്ചവടത്തിലാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നതേ. കുഞ്ഞും തള്ളയും പ്രസവരക്ഷയും വലിയൊരു ചെലവ് തന്നെയാ ഇതുകൊണ്ട് നടന്നു പോകുന്നത്. പിന്നെ മാസശമ്പളക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാ മനസ്സിലാവോ ആവോ? കഷ്ടപ്പാടും ദുരിതത്തിന്റെയും കഥയൊന്നും നീ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട ശ്യാമേ. അത് വേണ്ടുവോളം അനുഭവിച്ചു തന്നെ ഞാനും ഇപ്പൊ നീ കൊച്ചിന്റെ തള്ള എന്ന് ഏളാങ്കിച്ച് പറഞ്ഞ ശാരികേച്ചിയും ഇവിടം വരെ എത്തിയത്. ഞങ്ങൾക്ക് കിട്ടുന്നതിൽ പാതി തന്നല്ല ഞങ്ങൾ നിന്നെ വളർത്തിയത്. സ്നേഹത്തിന്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും നിനക്ക് ഞങ്ങൾ വേണ്ടുവോളം തന്നു. കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തി. അമ്മ പറയും അവൾ ഇളയതല്ലേ, മക്കൾക്ക് തിരിച്ചറിവുള്ളതല്ലേന്ന്. ആ ഒരു തിരിച്ചറിവ് ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. നിനക്കെന്താടി അതില്ലാതെ പോയേ?
അച്ഛന്റെ സ്നേഹം നീ ഇപ്പൊ അറിയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ സ്നേഹം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ സ്നേഹത്തിന്റെ ബാക്കി ഇപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാ ശ്യാമേ നീ എന്തൊക്കെ എന്നെ പറഞ്ഞാലും എനിക്ക് വേദനിക്കാത്തത്, എനിക്ക് നീ പറയുന്നത് കേട്ട് സങ്കടം വരാത്തത്. പക്ഷേ ആ ബോധം ഈ പറയുന്ന നിനക്ക് കൂടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ നീ ദുഃഖിക്കും. ഇപ്പോഴല്ല, പിന്നെ. അന്ന് ചിലപ്പം പറഞ്ഞു തരാൻ ആരും ഉണ്ടായെന്ന് വരില്ല. ഓ ഓ ഓ ഓ അച്ചൂടാ. ഓ ശിവേട്ടാ, പനിയുണ്ടെങ്കിൽ നമുക്കൊരു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോയാലോ? ഇതൊരു നല്ല ചുക്കുകാപ്പി കുടിച്ചാൽ മാറാവുന്ന പനിയേ ഉള്ളുന്നേ. പിന്നെ ഈ ക്ഷീണം അത് 2 ദിവസത്തേക്ക് ഉണ്ടാവും. നീ പോയി ഒരു ചുക്കുകാപ്പി ഇട്ടുണ്ടോ? കാപ്പിയൊക്കെ കൊണ്ടു തരാം. ഒരു കൂട്ടുമരുന്ന് വാങ്ങിച്ച പേടിക്കണ്ടായിരുന്നു. രാത്രി വയ്യാഴിക എന്തെങ്കിലും വന്നാലോ? ഹേയ്, അത്രയ്ക്ക് കാര്യമാക്കാനൊന്നും ഇല്ലെന്നേ. ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കണ്ടെന്ന് ഞാൻ പറയൂ. ഏത് രീതിയിലുള്ള പനിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ആളെ കൊല്ലുന്ന പനി വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാ കേൾക്കുന്നെ. ഇവിടെ വാശിയല്ല ശിവേട്ട നമുക്ക് ആവശ്യം, നമ്മുടെ ജീവനാ. എനിക്കൊന്നും സംഭവിക്കില്ല എന്റെ റാണി. അങ്ങനെ പെട്ടെന്ന് പോകുന്ന തടിയൊന്നും അല്ലിത്. തർക്കിച്ച് ജയിക്കാൻ ഞാനില്ല. കാപ്പി ഞാനിപ്പോ കൊണ്ടുവരാം. ഉം. ആശാനെ, ആ കമല, നീങ്ങി വാടാ അവിടെ നിൽക്കാതെ. ആശാനെ, ഇതെന്താ ആശാനെ പറ്റിയേ? അല്ല, ഇങ്ങനെ കിടക്കുന്ന ആളല്ലല്ലോ. എനിക്ക് ഇടിക്കടാ. നീ ഇതെങ്ങനെ അറിഞ്ഞു? അല്ല, ചന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, ആശാനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ക്ലിനിക്കിൽ കൊണ്ടുപോകണം, വരാൻ കൂട്ടാക്കില്ല, പിടിച്ചു കെട്ടി കൊണ്ടുപോകണം പറഞ്ഞിട്ടാ എന്നെ വിളിച്ചേ. എണീറ്റേ വാ, പോവാം, വാ. ആ, നീ ഒന്ന് പിടിവിട്ടേ. ആശാനെ വാ. എടാ, അവക്ക് വട്ടാടാ. അല്ല, അപ്പൊ എനിക്ക് ഇത് കമലിനുള്ളതാ. ഓട്ടോ വന്നത് ഞാൻ കണ്ടായിരുന്നു. ആ, താങ്ക് യു. അല്ല, പനിയില്ലെങ്കിലും പനിക്കോളിന് നല്ലതാ. ഏ ആ